അപ്പളേ നമ്മളെ കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷക്കാരെ പറ്റി കുറെ ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇവര് ട്രിപ്പ് വിളിച്ചാൽ വരൂല, അതായത് എടവണ്ണപ്പാറ ഭാഗത്തേക്ക് ഇവര് വരൂല, ഈ മേലങ്ങാടി വഴി എയർപോർട്ടിക്ക് വിലൊന്നും വിളിച്ചാൽ ഇവര് വരൂല, അവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെയുള്ള ഒരുപാട് പരാതികൾ നമ്മൾ കുറെ ദിവസമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ നല്ല റോഡായിട്ട് നമ്മളെ എയർപോർട്ടിക്ക് ഒന്ന് കൊണ്ടുപോയാലോ എയർപോർട്ടിൽ കയറ്റ വില കേട്ടണമില്ല. ചുരുക്കി പറഞ്ഞാൽ കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അഹങ്കാരം കൂടുതലാണ് അറിഞ്ഞ് നടന്നില്ലേ, അതൊക്കെ സത്യമാണോ? ഏതായാലും ഓർക്കും കുറച്ച് പറയാണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു വയ്ക്കും. കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടം കമ്മിയാണ്, കൊണ്ടോട്ടിയിലേക്ക് ആളുകൾ വരുന്നതും ഇറങ്ങുന്നതും കമ്മിയാണ്. കൊണ്ടോട്ടിയിലെ കച്ചവടക്കാർക്ക് സ്ഥിതി അതാണ്. അതിന്റെ പുറമെയാണ് നിരന്തരം വരുന്ന പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. അതുപോലെ തന്നെയാണ് ട്രാഫിക് ജാം. ട്രാഫിക് ജാം എന്ന് പറയുമ്പോൾ 2 വർഷമായി കോടങ്ങാട് മുതൽ കൊണ്ടോട്ടി തുറക്കൽ വരെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് വാഹന ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോക്കൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപയുടെ ട്രിപ്പ് തുറക്കൽ ഭാഗത്തേക്ക് പോയാൽ അവൻ ആ ഓട്ടോറിക്ഷ മടങ്ങി വരണമെങ്കിൽ 1 മണിക്കൂർ പിടിക്കും. അത് മാത്രവുമല്ല, ആ 30 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് കൂലി കിട്ടുന്നതെങ്കിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ശരാശരി ഒരു ലോക്കൽ ട്രിപ്പ് 30 റുപ്യക്ക് പോയാൽ 70 റുപ്യയുടെ ഡീസൽ വേണം. ആ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഒരു കുടുംബം പോറ്റാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡുകൾ, ഹൈവേ റോഡുകൾ. അതുപോലെ ഗ്രാമീണ റോഡുകൾ എന്ന് പറഞ്ഞാൽ മേലങ്ങാടിയിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള 1.5-2 കിലോമീറ്റർ കൊണ്ട് കൊണ്ടോട്ടിയിൽ നിന്ന് എയർപോർട്ടിൽ മേലങ്ങാടി റോഡ്, ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ല. എന്നിട്ടും പല പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഞങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ സർവീസ് നിർത്തിവച്ച് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു ദിവസം ശരാശരി 300 രൂപ വരെ കൂലി കിട്ടാത്ത ദിവസം കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷക്കാർക്കുണ്ട്. ക്യൂ ആയിട്ട് വരിയായിട്ട് നിൽക്കുന്നത് എല്ലാ യാത്രക്കാർക്കും കാണാം. കൊണ്ടോട്ടി ടൗണിൽ ഓട്ടോറിക്ഷയുടെ കൂടുതലുള്ള ഓട്ടോറിക്ഷ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് വ്യാപാരികൾക്ക് കച്ചവടമില്ല. അങ്ങനെ കൊണ്ടോട്ടിയിലേക്ക് ഈ ട്രാഫിക് ജാമിന്റെ പേരിൽ നിരന്തരമായി കൊണ്ട് ആളുകൾ ഇറങ്ങാതെ കയറ്റിറക്കമില്ലാത്ത ഒരു ടൗണായി മലപ്പുറം ജില്ലയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ടൗണായി കൊണ്ടോട്ടി മാറിയിരിക്കുന്നു. ഈ കൊണ്ടോട്ടി മാറാനുണ്ടായ കാരണം ഇവിടുത്തെ അധികാരികളാണ്. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും കൊണ്ടോട്ടിയെ പിന്നോട്ടടിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. ട്രാഫിക് സിസ്റ്റം ഇവിടെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വർഷങ്ങളോളം ഞങ്ങൾ അതിൽ പങ്കെടുപ്പിച്ചിട്ട് ഇന്ന് വരെ ആ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റിയുടെ ഒരു തീരുമാനം പോലും നടപ്പാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഉദ്യോഗസ്ഥ ലോബികൾ പോലും ഇവിടെ കൊണ്ടോട്ടിയെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൊണ്ടോട്ടിയിലെ ഒരു ഓട്ടോറിക്ഷക്കാരൻ. ഒരു ദിവസം ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ മേലങ്ങാടി എയർപോർട്ട് റോഡും കൊണ്ടോട്ടി 17ലേക്ക് ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ അവന്റെ വർക്ക്ഷോപ്പിൽ ശരാശരി ദിനം പ്രതി 100 രൂപ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ദിനം പ്രതി വേണം. അങ്ങനെ എങ്ങനെയാണ് ഇവർക്ക് കുടുംബം പോറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുക? ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം ഓട്ടോറിക്ഷയിൽ നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി നിങ്ങൾ തീരുമാനിച്ചോളി, ഓട്ടോറിക്ഷക്കാർക്ക് അഹങ്കാരം ഉണ്ടോ ഇല്ല, എന്താണ് അവര് ട്രിപ്പ് വിളിച്ചാൽ വരാതിരിക്കാനുള്ള കാരണം എന്നൊക്കെ. അപ്പൊ ഓക്കെ, ബൈ. കൊണ്ടോട്ടിയിലെ റോഡുകളെല്ലാം കൊണ്ടോട്ടിയിലെ റോഡുകളെല്ലാം തൊഴിലാളികളെ കൊണ്ടോട്ടി അങ്ങാടിയിൽ നേതാവ് ബാക്കിലായോ? ഞാൻ